ആവശ്യത്തിലും കുറവ് സംസാരിക്കുക അത് ബുദ്ധിയുടെ അധികാരത്തിൻ്റെ ലക്ഷണമാണ്. വരൂ കൂട്ടുകാരെ, നമുക്ക് പരിശോധിക്കാം. വാക്കുകളാൽ മറ്റുള്ളവരുടെ ഇഷ്ടം നേടാൻ ശ്രമിക്കുന്നേരം നിങ്ങൾ എത്രയധികം സംസാരിക്കുന്നുവോ അത്രയും നിസ്സാരവത്കരിക്കപ്പെടും, അത്രത്തോളം നിയന്ത്രണവും നഷ്ടപ്പെടും. അധികാരബോധമുള്ളവർ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും കുറഞ്ഞ വാക്കുകളിലാണ്. വാക്കുകൾ കൂടുന്തോറും വിടുവായത്തത്തിനുള്ള സാധ്യതയും കൂടും. എത്ര കുറവ് വാക്കുകൾ സംസാരിക്കുന്നുവോ യാഥാർത്ഥ്യത്തെക്കാൾ അത്രയും അധികം മഹത്വവും അധികാരവും തോന്നിക്കും. നിങ്ങളുടെ നിശബ്ദത മറ്റുള്ളവരെ അസ്വസ്ഥരാക്കും. വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അവർക്കറിയണം. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നിയന്ത്രിച്ചാൽ അവർക്ക് നിങ്ങളുടെ ഉദ്ദേശമോ മനസ്സോ വായിച്ചെടുക്കാനാവില്ല. നിങ്ങളുടെ ഹ്രസ്വമായ ഉത്തരങ്ങളും നിശബ്ദതയും അവരെ പ്രതിരോധത്തിലാക്കും. അവർ എടുത്തുചാടി നിശബ്ദതയുടെ ആ വിടവുകൾ അടയ്ക്കാൻ ശ്രമിക്കും. അതിലൂടെ അവർ സ്വന്തം ദൗർബല്യങ്ങളും അവരെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളും സ്വയം അറിയാതെ പങ്കുവെക്കും. കൂടിക്കാഴ്ച കഴിഞ്ഞ് മടങ്ങുന്ന അവരുടെ മനസ്സിൽ തങ്ങൾ കൊള്ളയടിക്കപ്പെട്ടവരായിരിക്കും. മടങ്ങിച്ചെന്ന ശേഷം നിങ്ങളുടെ ഓരോ വാക്കുകളും അവരുടെ ചിന്തകളിൽ നിറയും. നിങ്ങളുടെ ചുരുങ്ങിയ വാക്കുകൾക്ക് കിട്ടുന്ന ആ അധിക ശ്രദ്ധ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ആളുകളെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കാൻ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ നിങ്ങളെ എതിർക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇകഴ്ത്തും, അറിഞ്ഞും അറിയാതെയും അനുസരണക്കേട് കാണിക്കും. വാസ്തവത്തിൽ നിശബ്ദരായിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുക. ആവശ്യത്തിലും കുറവ് സംസാരിക്കുന്നതിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അർത്ഥവും അധികാരവും ഉണ്ടെന്ന തോന്നലാണ്. മാത്രമല്ല, വാക്കുകൾ കുറയുമ്പോൾ വിഡ്ഢിത്തമോ അല്ലെങ്കിൽ അപകടകരമോ ആയ വിഷയങ്ങൾ പറയാനുള്ള സാധ്യതയും കുറയുന്നു. വാവിട്ട വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല. സൂക്ഷിച്ചുപയോഗിക്കുക. പ്രത്യേകിച്ച് പരിഹസിക്കുമ്പോൾ കുറിക്കുകൊള്ളുന്ന വാക്കുകൾ നൽകുന്ന താത്കാലിക സംതൃപ്തിയേക്കാൾ വളരെ വലുതായിരിക്കും അതിന് നിങ്ങൾ നൽകുന്ന വില.